ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് കുറച്ച് നാൾ മുന്നേ എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. ഇപ്പോഴാണ് എനിക്ക് വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ട് സെറ്റാക്കാൻ പറ്റിയത്. സോ ഇത് ഞാൻ ജൂഹിയുടെ വീട്ടിലുള്ളപ്പോൾ ഉള്ള ഒരു സൺഡേ ദിവസത്തെ കുക്കിംഗ് കലാപരിപാടികളുടെ വീഡിയോ ആണ്. ബേസിക്കലി സ്പെഷ്യലായിട്ടുള്ളൊരു ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം എനിക്ക് ആദ്യമായിട്ടാണ് 4K വ്യൂസൊക്കെ കിട്ടുന്നത്. അപ്പം അതിൻ്റെ ഒരു ലോങ് വീഡിയോ ആണിത്. ബിരിയാണി വെക്കണോ നെയ്ച്ചോറും ചിക്കനും സെപ്പറേറ്റ് ആക്കണോ എന്നുള്ളത് നീണ്ട കൺഫ്യൂഷൻ്റെ ഒടുവിൽ നമ്മൾ അവസാനം നെയ്ച്ചോറും ചിക്കനും ആക്കാം എന്നാണ് തീരുമാനിച്ചത്. ആൻഡ് ഇത് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള മലബാറുകാരുടെ ചിക്കൻ കറിയും നെയ്ച്ചോറും ഒക്കെ ആണെന്നാണ് ജൂഹി പറഞ്ഞത്. സോ ഒരു ഹസ്ബൻഡും വൈഫും രണ്ടുപേരും നന്നായിട്ട് കുക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ റൈസ് ഉണ്ടാക്കുന്നത് ജൂഹിയുടെ ജോലിയും ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ചേട്ടൻ്റെ റെസ്പോൺസിബിലിറ്റി വരും. അങ്ങനെ നേരെ പാചകത്തിലേക്ക് കടന്നു. ഉള്ളിയും തക്കാളിയും ചിക്കൻ ഉണ്ടാക്കാനുള്ള എല്ലാം നമ്മൾ റെഡിയാക്കാൻ തുടങ്ങി. പറയാൻ വിട്ടുപോയി, സാലഡ് ഉണ്ടാക്കുന്ന റെസ്പോൺസിബിലിറ്റി തന്മയുടെ ആയിരുന്നു. ക്യാരറ്റ് ആൻഡ് കുക്കുംബർ ആയിരുന്നു നമ്മുടെ സാലഡിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഞാൻ കുക്ക് ചെയ്യുമ്പോഴും തക്കാളിയുടെ തൊലി ഇങ്ങനെ കളയാറുണ്ട് കേട്ടോ. അത് ദഹിക്കത്തില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. ഉള്ളിയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്തിട്ട് ഇപ്പോൾ ചേട്ടൻ അരിഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇങ്ങനെയാണ് കുനുകുനാന്നാണ് നമ്മൾ അരിഞ്ഞെടുത്തത്. ഈ ഒരു സ്റ്റീലിൻ്റെ കട്ടിംഗ് ബോർഡ് ഭയങ്കര നല്ലതാട്ടോ. അതങ്ങനെ വൃത്തികേടാവത്തൊന്നുമില്ല. പിന്നെ വുഡിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ തക്കാളി നമ്മളിങ്ങനെ റൗണ്ട് ആയിട്ടാണ് അരിഞ്ഞെടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ഭയങ്കര ഹെവി ടാസ്ക് നടക്കുവാണ്. ആയുധം വെച്ചുള്ള കളിയാണ്. കഷ്ണങ്ങളുടെ സിമെട്രി ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഉണ്ടാക്കി വന്നപ്പം കഷ്ണങ്ങൾ വലിപ്പം കൂടി പോയതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. വേണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ പരീക്ഷിച്ച് നോക്കിക്കോളൂ കേട്ടോ. സോ ഈ പാട്ട് ഏതാണെന്ന് ഗെസ് ചെയ്യാൻ പറ്റുമോ? ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പാട്ടാണ്. കുറച്ച് നേരം ആ പാട്ട് തീർന്നവർ അവിടെ നിന്നിട്ട് ഞാൻ നേരെ കിച്ചണിലേക്ക് പോയി. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ആദ്യം ഫ്രൈ ചെയ്തിട്ടാണ് കറി വെക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള കുറേ പൊടികളൊക്കെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുന്നതാണ് ഇതിൻ്റെ വൺ ഓഫ് ദ മെയിൻ സംഭവം എന്ന് പറയുന്നത്. നല്ലോണം മിക്സ് ആവണം മസാലകളുമായിട്ട്. അങ്ങനെ ഞാൻ കുറച്ച് എസ്തെറ്റിക്കലി ഗ്യാസ് കത്തിക്കുന്നതൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി പ്രത്യേകതരം ആംഗിളിലൊക്കെയാണ് ക്യാമറ പിടിച്ചത്. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ചോറ് വെക്കുന്നത്, നമ്മുടെ ട്രഡീഷണൽ ഉരുളിക്കകത്ത്. പിന്നെ ഈ ഒരു ഗീ ഉണ്ടല്ലോ, ഇത് അമൂലിൻ്റെ പരസ്യമൊന്നുമല്ല, ഇത് നല്ല അസൽ കൗ ഗീ ആണെന്നാണ് ചേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ പറഞ്ഞത്. ബാക്കി നമ്മൾ യൂസ് ചെയ്യുന്നതൊന്നും പ്യോർ കൗ ഗീ അല്ല അത്രേ. അതെനിക്കൊരു പുതിയ ഇൻഫർമേഷൻ ആയിരുന്നു. പിന്നെ ഇതിനകത്തേക്ക് കുറേ സാധനങ്ങളൊക്കെ വാരി ഇട്ടു. ഇതിൽ ജീരകമുണ്ട്, പിന്നെ കറുവപ്പട്ട, ഗ്രാമ്പൂ ഉണ്ടോയെന്ന് സംശയമുണ്ട്. എന്തൊക്കെയോ നമ്മുടെ മസാലക്കൂട്ടുണ്ടല്ലോ, മറ്റേ ബേ ലീഫ് എല്ലാം കൂടെ ഇട്ടപ്പോഴത്തേക്കും ഒന്നും പറയണം, നല്ലൊരു മണമായിരുന്നു. ഞാൻ ഇത്രയൊന്നും നെയ്ച്ചോറ് ഉണ്ടാക്കാൻ കഷ്ടപ്പെടാറില്ല കേട്ടോ. ജസ്റ്റ് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഇതിൽ 4 സാധനങ്ങളിട്ട് വഴറ്റി അപ്പോൾ തന്നെ വെള്ളം ഒഴിച്ച് ചോറ് ഒഴിച്ച് അടുപ്പത്ത് വെക്കും. പക്ഷേ ഇത് നല്ലോണം എന്താ പറയുക, ഒന്ന് മൊരിച്ചൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പിന്നെ അടുത്ത സാമഗ്രികളായിട്ടുള്ള ചെറിയുള്ളി ഇട്ടു. ഞാൻ ചെറിയുള്ളിയും ഇടാറില്ല കേട്ടോ, എനിക്കെല്ലാം എളുപ്പപ്പണിയാണ്. അപ്പോൾ ചെറിയുള്ളി ഇട്ടിട്ട് ഇത് മിൻ്റാണെന്ന് തോന്നുന്നു, മിൻറ്റ് ലീഫ് ഫുഡ്, അതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ. മിൻ്റൊക്കെ ഇട്ടിട്ട് നെയ്ച്ചോറ് വെക്കുന്നത് എന്തായാലും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ അധികം നേരം അതിട്ടിങ്ങനെ ഇളക്കി അതിൽ തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കും. ഞാൻ പൊതുവേ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ചോറിട്ട് കഴിഞ്ഞാണ് ഉപ്പിടാറ്, എന്നാലാണ് എൻ്റെ കണക്ക് ശരിയാവത്തുള്ളൂ. ഇപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ ഉപ്പും കൂടെ ഇട്ടപ്പോഴത്തേക്കും മൊത്തത്തിൽ ആ കിച്ചണിൽ ഭയങ്കര നല്ലൊരു മണമായിരുന്നു. അങ്ങനെ നമ്മൾ ഈ അടുപ്പത്ത് വെച്ച സാധനം ഇങ്ങനെ ഇളക്കി മറ്റേ 1 eternity later എന്ന് പറഞ്ഞ പോലെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. പ്രത്യേകിച്ച് ഇളക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ അങ്ങനെ അല്ലല്ലോ. പിന്നെ ചേട്ടൻ കുറച്ച് എണ്ണയും കൂടി എടുത്ത് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രത്യേകിച്ച് യൂസൊന്നുമില്ല, എന്നാലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഒഴിച്ചു. ആ എണ്ണയും നെയ്യും കൂടി ആകുമ്പോഴത്തേക്കും ചോറ് നല്ല സെറ്റായിട്ട് കിട്ടുമായിരിക്കും. മേ ബി അതായിരിക്കും അതിൻ്റെ ഗുഡൻസ്. പിന്നെ ഇടാൻ ആദ്യം മറന്നുപോയ 2-3 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടിട്ട് നമ്മൾ ഫൈനലി അരി ഇടാൻ തീരുമാനിച്ചു. സത്യത്തിൽ ഞാൻ ഈ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത്, എന്തിനാണ് ഇത്രയും നമ്മളിട്ട് ഇളക്കിയതെന്ന്. ഏകദേശം ഒരു 10-15 മിനിറ്റോളം നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുവാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. വോയിസ് ഓവർ കൊടുത്തിട്ട് അതങ്ങോട്ട് തീരുന്നില്ല. അങ്ങനെ ഫൈനലി ഇളക്കലൊക്കെ കഴിഞ്ഞ് അരി ഇട്ടു. അത് ഞങ്ങളെന്തോ പറഞ്ഞ് ചിരിച്ചതാണ്. ആൻഡ് ഇനി നമ്മൾ ഇത് ഇളക്കണം. നേരത്തെ അരി ഇല്ലാണ്ടാണ് ഇളക്കിയത്, ഇനി നമ്മൾ അരി ഇട്ടിട്ട് ഇളക്കണം. ഈ ഇളക്കണേൻ്റെയൊക്കെ ആണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ രുചി വരിക എന്നുള്ളത്. ഇളക്കണം. നിങ്ങളിത് ഉണ്ടാക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞങ്ങൾ ഇളക്കിയ പോലെ തന്നെ അത്രയും സമയമെടുത്ത് ക്ഷമയോട് കൂടി ഇളക്കണം. ആൻഡ് നേരത്തെ വീഡിയോയിൽ കണ്ടില്ലേ, അപ്പുറത്തെ സൈഡിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ നമ്മൾ വെച്ചിരുന്നത്, ആ വെള്ളമാണ് ഈ വെള്ളം. അപ്പോൾ ചൂട് വെള്ളമാണ് നമ്മൾ ഇതിന് വേണ്ടി ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതിൻ്റെ അളവൊന്നും എന്നോട് ചോദിക്കരുത്, ഇതൊക്കെ ഒരു നമ്മുടെ ഒരു സ്വന്തം കണക്കുകൂട്ടലുകളിൽ അങ്ങോട്ട് ചെയ്യുക. അങ്ങനെ ആ ഇളക്കലും നമ്മൾ ഫിനിഷ് ചെയ്ത് ഫൈനലി ആ അരി ഒന്ന് വെന്ത് കിട്ടാൻ നമ്മൾ അത് അടച്ചു വെച്ചു. അങ്ങനെ നമ്മുടെ പാചകം വഴിതിരിച്ച് നമ്മൾ ചേട്ടനിലേക്ക് വിട്ടിരിക്കുന്നു. ഇനിയാണ് ഇൻട്രസ്റ്റിംഗ്. നമ്മൾ ചിക്കൻ കറി വെക്കുന്നത് വറുത്തിട്ടാണ്. ചിക്കൻ വറുക്കാൻ വേണ്ടി ആദ്യം എന്തൊക്കെയോ ചേട്ടൻ വാരി ഇടുന്നുണ്ടായിരുന്നു. ഇത് അരിയും ഉഴുതുമാണ്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. ജൂഹിയും ഇത് ആദ്യമായിട്ട് കാണുവാണെന്ന്. ഇതൊക്കെ ചേട്ടൻ എവിടെ നിന്ന് കണ്ടുപിടിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. സംഭവം എന്തായാലും യൂഷ്വൽ ടേസ്റ്റിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോ ഇനി അത് കുറച്ച് നേരം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഇളക്കലാണ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത. അങ്ങനെ നമുക്ക് ഒരു സാധനം മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയില്ലെങ്കിൽ സമാധാനം ഇല്ലാത്തതുകൊണ്ട് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല, അത് വെന്തിട്ടില്ലായിരുന്നില്ല.
പിന്നെ ഈ കാണുന്ന പോലെയൊക്കെ നിങ്ങൾ വേണമെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോളൂ, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതിപ്പോൾ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത്. ഇനി അടുത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മുളക് പൊടിയാണ്. ഓക്കെ, അതും ഇട്ടിട്ടുണ്ട്. അതിട്ടിട്ട് ഇളക്കണത് ഞാൻ മനഃപൂർവ്വം എടുക്കാത്തതാണ്. അതിനുശേഷം അതിൽ കുറച്ച് മിൻറ്റും കൂടി ഇട്ടപ്പോഴത്തേക്ക് എൻ്റെ കോല ഇതായിരുന്നു. പിന്നെ നമ്മളിത് എടുത്ത് മാറ്റുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരയ്ക്കാനാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ആൻഡ് അതേ ചട്ടിയിൽ നമ്മൾ കുറച്ച് എണ്ണ എടുത്ത് വീണ്ടും ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചു. ഓക്കെ, അത് ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള അല്ലായിരുന്നു ഗൈസ്, അത് ചിക്കൻ ഫ്രൈ കറിക്കകത്തിടാനുള്ള മസാലയായിരുന്നു തോന്നുന്നു. ഐ എം സോറി ഗൈസ്. അപ്പം നമ്മൾ പിന്നെ ഫുൾ ചിക്കൻ ഇങ്ങനെ അടുക്കി വൃത്തിയായിട്ട് മത്തി വറക്കാനിടുന്ന പോലെ അടുക്കി പെറുക്കി വെച്ചു വറക്കാൻ വേണ്ടിയിട്ട്. ഇത് ഡീപ്പ് ഫ്രൈ ഇല്ല, ഷാലോ ഫ്രൈ ഉള്ളതാണ് എൻ്റെ ഒരു നിഗമനം. ചിക്കൻ നമ്മൾ ഒരു ട്രിപ്പും കൂടി വറക്കാൻ വെച്ചപ്പോഴാണ് ഫുള്ള് വറുത്തെടുക്കാൻ പറ്റിയത്. ആൻഡ് അപ്പോഴത്തേക്ക് നമ്മുടെ റൈസ് ഇവിടെ കറക്റ്റ് കുക്ക്ഡ് ആയിട്ട് നല്ല അടിപൊളി മണമൊക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു. ആ നെയ്യിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ നെയ്യ് ഒഴിച്ചതിന് നല്ല മണം വരുന്നുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, അപ്പുറത്തുനിന്നൊക്കെ എന്തൊക്കെയോ അലക്കുലത്തെ സാധനങ്ങൾ ചേട്ടൻ വാരി അതിൽ ഇടുന്നുണ്ട്, എന്നാലേ ചേട്ടനൊരു തൃപ്തി വരത്തുള്ളൂ. ആൻഡ് ജൂഹി പറയുന്നുണ്ടായിരുന്നു ഉള്ള ക്യാരറ്റും വെജിറ്റബിൾസും ഒന്നും വാരി ഇതിലിടരുത്, ഇത് നെയ്ച്ചോറാണെന്നുള്ളത്, അല്ലാണ്ട് ഫ്രൈഡ് റൈസ് അല്ലാന്ന്. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച മസാല അരച്ചെടുക്കുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. നല്ല അരഞ്ഞ് നല്ല പേസ്റ്റ് ആയിട്ടുണ്ട്. നല്ലൊരു കളറും മണമൊക്കെ ആയിരുന്നു. സോ ഇനി നമ്മൾ ചിക്കൻ കറി വെക്കുവാണ്. ഫൈനലി ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് കടന്നു. ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ച്, ഈ ചട്ടിയിലല്ല വെക്കുന്നത്, നമ്മൾ ഉള്ളി വഴറ്റാൻ വേണ്ടി എടുക്കണം, കാരണം ഇതിൽ കൊള്ളില്ലല്ലോ. അങ്ങനെ ഉള്ളിയൊക്കെ ഇട്ട് നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്ത് നല്ലോണം വഴറ്റാൻ വേണ്ടി വെച്ചു. ഈ ഇടുന്നത് കുരുമുളകാണ്. ഇത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു അടിപൊളി പേസ്റ്റാണ്. ഇതൊരു മൾട്ടി പർപ്പസ് പേസ്റ്റാണ്. എന്താണെന്ന് ഞാനിപ്പോൾ പറയാം. ഇപ്പോൾ നിങ്ങൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചതിൽ ഇട്ടതല്ലേ കണ്ടിട്ട്, ഇനി ആ കുറച്ച് പേസ്റ്റ് എടുത്ത്, ആ സെയിം പേസ്റ്റ് എടുത്തിട്ട് നമ്മളത് അപ്പുറത്തെ ചട്ടിയിലേക്കും കുറച്ച് അങ്ങോട്ട് ഇട്ടില്ല, സോറി ഗൈസ്, നേരത്തെ ഇട്ടായിരുന്നു, രണ്ടാമത് പിന്നെ ഇട്ടില്ല. ആ ക്ലിപ്പിംഗ് ഞാൻ എടുക്കാൻ മറന്നു പോയതാണ്. പക്ഷെ അപ്പുറത്തെ ചട്ടിയിൽ ഇട്ടായിരുന്നു കേട്ടോ. ഞാൻ എന്താണ് ഈ ഇളക്കുന്നതെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നേരത്തെ ചട്ടിക്കകത്ത് വെച്ച ഉള്ളിയും തക്കാളിയും നമ്മൾ ചിക്കൻ കറി വെക്കാൻ വേണ്ടി വാട്ടാൻ വെച്ചിരുന്നില്ലേ, അതാണ് ഈ ഇളക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അപ്പുറത്തെ ജൂഹി എന്താണ് ഇളക്കുന്നതെന്ന് എനിക്ക് ഒരു ഓർമ്മയില്ല. ഓൾ ഐ ഡിഡ് ഇൻ ദിസ് കിച്ചൺ വാസ് വീഡിയോ എടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. പിന്നെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഓഫീസിൽ സംസാരിക്കാനുണ്ടല്ലോ, അതൊക്കെയായിരുന്നു. അതാ നോക്കൂ, നമ്മൾ നേരത്തെ വട്ടം വെച്ച സവോളയും ഉള്ളിയും എന്ത് നല്ല രസമായ ഒരു പേസ്റ്റ്, ഒരു തെക്ക് ഗ്രേവി പോലെ ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റിൻ്റെ പാത്രത്തിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഒന്നും കൂടി ആ ഒരു ഗ്രേവി കുറച്ചും കൂടെ വെള്ളം പോലെ ആക്കിയിട്ടുണ്ട്. അത് നമ്മൾ ആ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചതിലേക്ക് എടുത്തൊഴിച്ചതാണ് ഇത്. ചിക്കൻ കറി വേണമെങ്കിൽ വൺ ഓഫ് ദ ഈസിയസ്റ്റ് റെസിപ്പിയുമാണ്. എന്നാൽ വേണമെന്ന് വെച്ചാൽ അത് ഭയങ്കര ഒരു കോംപ്ലെക്സ് ഡിഷാക്കി ഉണ്ടാക്കാനും പറ്റുമെന്ന് എനിക്ക് ഇന്ന് മനസ്സിലായി. എല്ലാം കൂടെ ഉണ്ടാക്കി വന്നപ്പോൾ ഏതാണ്ട് 2:45-3 മണി എങ്ങാണ്ട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും വിശന്ന് മരിക്കാറായി ഇരിക്കുമായിരുന്നു. സോ ഇനി അങ്ങോട്ട് വീഡിയോ എടുക്കാനുള്ള ക്ഷമയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ റൈസിൻ്റെ നടുക്ക് വെച്ചേക്കണത് എന്താണെന്നറിയോ, നമ്മൾ തക്കാളീൻ്റെ തൊലി കൊണ്ട് ജൂഹി ഉണ്ടാക്കിയൊരു റോസാപ്പൂവാണ്. അത് നല്ലൊരു ക്രിയേറ്റീവ് പരിപാടിയായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല, ചോറ് വിളമ്പി, കറി വിളമ്പി, പപ്പടം ഉണ്ടായിരുന്നു, സാലഡ് ഉണ്ടായിരുന്നു, നല്ലൊരു പിടി പിടിച്ചു. എന്തായാലും അന്നത്തെ ലഞ്ച് അടിപൊളിയായിരുന്നു, ഒന്നും പറയില്ല, വയറും മനസ്സും നിറഞ്ഞു. പക്ഷെ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. യൂഷ്വൽ ടേസ്റ്റിനേക്കാളും ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു ചിക്കൻ കറിയുടെ ടേസ്റ്റ്.